രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എഴുത്തച്ഛന്റെ രാമായണം നേടിയ അത്യപൂർവമായ ജനപ്രിയം കാരണം മലയാളിക്ക് നഷ്ടമായത് വാൽമീകിയുടെ സമ്പൂർണ്ണ രാമായണമാണ്. രാമായണ കാവ്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും അറിയണമെങ്കിൽ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ പോകണം. വാൽമീകി രാമായണത്തിന്റെ നാട്യവ്യൂഹങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ ഈശ്വർ. മത്സര വിഭാഗങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം പ്രശ്നോത്തരി മത്സരം. ടീമുകളെ സ്വാഗതം ചെയ്യാം. ടീം എ അമൃത വിദ്യാലയം ചാവക്കാട് തൃശൂർ. ടീം ബി ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി കോഴിക്കോട്. പേര് പറയുമോളൂ. അതുല്യ. ഏത് ക്ലാസ്സിലാണ്? 10th. ഓക്കെ. അമൃത വിദ്യാലയത്തിൽ നിന്ന് വന്ന അടുത്ത കുട്ടിയുടെ പേര് പറയൂ. ദേവിക. ഏത് ക്ലാസ്സിലാ? 9th. 10th. ഓക്കെ. മോനോ? നവനീത്. നവനീതോ? നവനീത് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 9th. പറയോ. ദേവദത്തൻ 9th. 9th രണ്ടുപേരും. ഓക്കെ, ഫൈൻ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്ന നരകത്തിലെ നദിയുടെ പേര്. ഓപ്ഷൻ ഇതാണ്: എ സരസ്വതി, ബി മന്ദാകിനി, സി വൈതരണി, ഡി മോക്ഷദായിനി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വൈതരണി ആൾക്കാണോ ഉറപ്പ്? അല്ലേ? ഞാൻ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. സി വൈതരണി. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭരതൻ പിതാവിന്റെ മരണവാർത്ത അറിയിച്ചപ്പോൾ വനത്തിൽ രാമലക്ഷ്മണന്മാർ പിതൃപിണ്ഡം സമർപ്പിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ്? ഓപ്ഷൻ എ എള്ളും അരിയും, ബി ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്കുകൾ, ഓപ്ഷൻ സി ഗോതമ്പും ചോളവും, ഡി തിനയും അരിയും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ എള്ളും അരിയും. ഓപ്ഷൻ എ എള്ളും അരിയും. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്? ഓപ്ഷൻ എ എള്ളും അരിയും. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ? സാരമില്ല, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എക്ക് കൈമാറുകയാണ്. ഭരതൻ പിതാവിന്റെ മരണവാർത്ത അറിയിച്ചപ്പോൾ വനത്തിൽ രാമലക്ഷ്മണന്മാർ പിതൃപിണ്ഡം സമർപ്പിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ്? ബി ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്കുകൾ, സി ഗോതമ്പും ചോളവും, ഡി തിനയും അരിയും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്ക്. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി ലന്തക്കുരുവിന്റെയും ഓടൽക്കുരുവിന്റെയും പിണ്ണാക്കുകൾ. അതെന്താന്നറിയോ? ഉടൽക്കുരു ഇങ്കുതി എന്ന് പറയും. അത് കാട്ടിലുള്ളവരെ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ഗോപാലകൃഷ്ണൻ സർ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ. തിലോദകം എള്ളും അരിയുമാണ് വേണ്ടത്. അത് ചിന്തിച്ചിട്ട് അവർ പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ഒരാൾക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത, ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കേൾക്കാത്ത ഉത്തരം നിങ്ങൾ പറഞ്ഞതിന് കൺഗ്രാജുലേഷൻ.
താങ്ക് യു സർ. അപ്പൊ നിങ്ങൾ നേടിയിരിക്കുന്നത് 1 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് തന്നെയാണ്. ശ്രീരാമൻ ഭരതനോട് പറയുന്നു, എപ്പോഴും നമ്മോട് കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും അതാണ്. ജരാനരകൾ ബാധിച്ച മനുഷ്യ ശരീരം ചായുന്നത് അതിലാണ്. ഏതിൽ? എ ഈശ്വരനിൽ, ബി മരണത്തിൽ, സി ജീവിതത്തിൽ, ഡി ഭൂമിയിൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തിലാണ് മോളോ? ബി മരണത്തിൽ. ബി മരണത്തിൽ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ബി മരണത്തിൽ. ഈശ്വരനിൽ ചെയ്യാറില്ലേ? അപ്പൊ സംശയമുണ്ടല്ലേ? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് വീണ്ടും 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. ദശരഥൻ അമ്പെയ്തു കൊന്ന മുനികുമാരന്റെ അന്ധരായ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചു? എ അവർ അയോധ്യയിലേക്ക് പോന്നു, ബി മകന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി, സി അവർ ആശ്രമത്തിൽ മടങ്ങിയെത്തി, ഡി അവരെയും ദശരഥൻ അമ്പെയ്തു കൊന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അറിയില്ലെങ്കിൽ രാമായണത്തെ പറ്റി അറിയുന്ന മുത്തശ്ശിയോട് ചോദിക്കാം. ഓക്കെ. ബി. ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി മകന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി ആണോ? ലോക്ക് ചെയ്യാണ് നമ്മൾ. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ. ഓപ്ഷൻ ബി മകന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോട്. ക്വസ്റ്റ്യൻ ഇതാണ്. പലവൂരു ക്ഷണിച്ചിട്ടും വനവാസം ഉപേക്ഷിച്ചു മടങ്ങാൻ തയ്യാറാകാതിരുന്ന രാമനു മുന്നിൽ ഭരതൻ പ്രഖ്യാപിക്കുന്ന സമരമുറ എന്താണ്? എ പ്രായോപവേശം, ബി ദർപ്പോപവേശം, സി അഗ്നിപ്രവേശം, ഡി ജലസമാധി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി അഗ്നിപ്രവേശം. ഓപ്ഷൻ സി അഗ്നിപ്രവേശം. ലോക്ക് ചെയ്യട്ടെ? ഓപ്ഷൻ സി അഗ്നിപ്രവേശം. വിശ്വാസമുണ്ടോ ശരിയാണെന്ന്? നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സാരമില്ല, നിങ്ങൾ പറയാത്ത സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൈമാറാം. ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ അതാണ്. പലവൂരു ക്ഷണിച്ചിട്ടും വനവാസം ഉപേക്ഷിച്ച് മടങ്ങാൻ തയ്യാറാകാതിരുന്ന രാമനു മുന്നിൽ ഭരതൻ പ്രഖ്യാപിക്കുന്ന സമരമുറ എന്താണ്? എ പ്രായോപവേശം, ബി ദർഭോപവേശം, ഡി ജലസമാധി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശനെ വിളിക്കുക. നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഓപ്ഷനിലോട്ട് പോവാം. ഹലോ. പറയൂ. സർ, ഇത് ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ചോദിച്ചോളൂ. പലവരും ക്ഷണിച്ചിട്ടും വനവാസം ഉപേക്ഷിച്ചും മടങ്ങാൻ തയ്യാറാകാതിരുന്ന രാമന് മുന്നിൽ ഭരതൻ പ്രഖ്യാപിക്കുന്ന സമരമുറ എന്താണ്? എ പ്രായോപവേശം, ബി ദർഭോപവേശം, ഡി ജലസമാധി. ലോക്ക് ചെയ്യട്ടെ? ഉത്തരം ബി ദർഭോപവേശം. നിങ്ങളുടെ മുത്തച്ഛൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ആരാണ് ശചി ദേവി? എ ശുദ്ധിയുടെ ദേവത, ബി യുക്തിയുടെ ദേവത, സി ഇന്ദ്രപത്നി, ഡി മേനകാപുത്രി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാണ് ശചി ദേവി? ശുദ്ധിയുടെ ദേവത. ഓപ്ഷൻ എ ശുദ്ധിയുടെ ദേവത. ഓക്കെ, ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ഓപ്ഷൻ എ ശുദ്ധിയുടെ ദേവത. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് കുണു പറഞ്ഞത്? നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എനിക്ക് അപ്പോഴേ തോന്നി കുണു പറഞ്ഞപ്പം. സോ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ടീം എക്ക് കൈമാറുകയാണ്. സെയിം ക്വസ്റ്റ്യൻ. ആരാണ് ശചി ദേവി? ബി യുക്തിയുടെ ദേവത, സി ഇന്ദ്രപത്നി, ഡി മേനകാപുത്രി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി
യുക്തിയുടെ ദേവത. ബി യുക്തിയുടെ ദേവത. കണ്ണ് ചെറുതാക്കിയതിന് എന്താ അതിന്റെ അർത്ഥം? ഞാൻ നോക്ക് ചെയ്യണമെന്നാണോ വേണ്ടെന്നാണോ? വേണോ? ബി യുക്തിയുടെ ദേവത. നിങ്ങൾ ഗസ് ചെയ്തത് തെറ്റാണോ? ശ്രീകുമാർ സർ. ഇന്ദ്രപത്നി ആണ് ശചീദേവി. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ടീം എക്ക് ആകെ കിട്ടിയത് 5, ടീം ബിക്ക് 3 പോയിന്റ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം. ടീം എ അമൃത വിദ്യാലയം ചാവക്കാട്. ടീം ബി ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി. പേര് പറയുന്നോളെ. എൻ്റെ പേര് അന്നപൂർണ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. മോളുടെ പേരോ? എൻ്റെ പേര് അനുഗ്രഹ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th സ്റ്റാൻഡേർഡിൽ. 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആദ്യം ടീം എയോടാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. വന്നി സന്തപ്തലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്ഥമാം ദർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ആശയം വിശദീകരിച്ചു. ആധ്യാത്മികതയും ധാർമ്മികതയും ലൗകികതയും സമന്വയിക്കുന്ന ഒരു അത്യപൂർവ ഇതിഹാസകാവ്യമാണ് രാമായണം. ഭക്തിമാർഗത്തിലൂടെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് എഴുത്തച്ഛൻ രാമായണ രചനയിലൂടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ദേവാസുര യുദ്ധസമയത്ത് കൈകേയി ദേവിക്ക് ദശരഥ മഹാരാജാവ് വരം കൊടുത്തതിനാൽ ശ്രീരാമദേവന് 14 വർഷം വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. രാമാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപാകുലനായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമദേവൻ ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് സന്ദർഭം. ശ്രീരാമദേവൻ പറയുന്നു, ജീവിതത്തിലുണ്ടാവുന്ന പല സുഖങ്ങളും മിന്നൽ പോലെ ക്ഷണികമാണ്. ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീണ വെള്ളത്തുള്ളി ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്നത് പോലെ ക്ഷണികമാണ് മർത്യജന്മം. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ട മനുഷ്യർ ചഞ്ചലമായ മനസ്സോടുകൂടി സുഖഭോഗങ്ങൾ തേടുന്നു. ക്ഷണനേരത്തെ ആയുസ് പോലും കൈപ്പിടിയിലില്ലാത്ത മനുഷ്യർ തൻ്റെ പ്രവൃത്തികളും ചിന്തകളും ഇന്ന് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. സുഖലോലുപതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ആധുനിക സമൂഹത്തിന് ഒരു തിരിച്ചറിവും കൂടിയാകണം ശ്രീരാമദേവന്റെ ഈ വാക്കുകൾ. നന്ദി. നന്നായി ചൊല്ലി, നന്നായി പറഞ്ഞു. കുറച്ചും കൂടെ ഉറക്കെ പറയാൻ തോന്നുന്നു അല്ലേ? നന്നായി പറയണ്ടായിരുന്നു ആ രീതിയൊക്കെ. പക്ഷെ ഇത്രയും കൂടെ സൗണ്ടിൽ നന്നാവുമായിരുന്നു. എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നന്നായിരുന്നു. താങ്ക് യു സർ. ദർദുരത്തിന്റെ ദർദുരം എന്തോ വന്നു, അത് വേണ്ട, ദർദുരം മതി. ഈ മഹാവിഷ്ണുവിന് 11 അവതാരാണ്. താൻ കേട്ടിട്ടുണ്ടോ? മത്സ്യ, കൂർമ്മ, വരാഹശ്ച, നരസിംഹോദ വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി, സോഷ്യൽ മീഡിയ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സോഷ്യൽ മീഡിയ ഇതി ഏകാദശ. താൻ ഇതുമാതിരിയുള്ള വരികളൊക്കെ എടുത്ത് താൻ ഇപ്പം പറഞ്ഞ രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിച്ച് ഒരു വെബ് ക്യാമറ വെച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം തൻ്റെ പേരിൽ. ലോകം മുഴുവൻ അറിയട്ടെ ഇതുമാതിരി ഒരു ശ്രേഷ്ഠ ഭാരതത്തിൽ വരുന്ന ഈ വിദ്യാർത്ഥികൾ, നിങ്ങളെപ്പോലെയുള്ളവരെ ഇത് ഭംഗിയായിട്ട്, ഹൃദയസ്പർശിയായിട്ട് അത് വിവരിച്ചതും പാടിയതും, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക, ആലപിച്ചതും, ഇതൊക്കെ എന്നും ലോകത്തിലുണ്ടാവണം. ദിസ് ഈസ് ഓൺലി എ ബിഗിനിങ്. ഞാൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തല്ലേ, ഇതുമാതിരിയുള്ള എല്ലാവരെയും ഞാൻ പറയും വെരി നൈസ്, എക്സലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. ആ ലൈൻസിന്റെ ഒക്കെ അർത്ഥവും കൂടി വളരെ രസകരമാണ്. ചക്ഷുശ്രവണ ഗലസ്തമാം ദർദുരം എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പിന്റെ വായിലകപ്പെട്ട പാമ്പിന്റെ വായിലകപ്പെട്ട തവള
ഭക്ഷണത്തിന് പരുന്ന പോലെയാണ് നമ്മൾ ഈ സുഖങ്ങളെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയൊക്കെ പറയുന്നതാണ്. എല്ലാ വാക്കുകൾക്കും അതിൻ്റെ ഉപമകളെല്ലാം ഭംഗിയുള്ളതാണ്. ഇത്രയും എനിക്ക് തോന്നുന്നു ഭംഗിയുള്ള ഉപമകൾ വേറെ ഭാഷയിൽ തന്നെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ സങ്കീർണമായ ഉപമകളാണ്. ആ രീതിയിൽ തീർച്ചയായും കണ്ടത് വളരെ നന്നായിട്ട്. നമുക്ക് മാർക്ക് എത്രയാണ് കൊടുക്കുന്നത്? 8 out of 10. 8 മാർക്ക്. നന്നായിരുന്നു, അസലായിരുന്നു, അതിൽ കൂടുതൽ അർഹതയുണ്ട്. എന്നാലും 8-ൽ തന്നെ ഞാൻ ഈശ്വജി ഞാനൊരു 7.5 ഉദ്ദേശിച്ചത്. ഞാൻ ബാക്കിലോട്ട് റൗണ്ട് ചെയ്ത് ഒരു 7 തരും. അപ്പം 8-8-7 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടീം ബിയോടാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു, രണ്ടുമൊന്നത്ര വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. ആശയം വിശദീകരിച്ചു. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ 2ാമത്തെ കാണ്ഡമാണ് അയോധ്യാകാന്ഡം. ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് എഴുത്തച്ഛൻ രാമായണ കഥ രചിച്ചത്. ശ്രീരാമൻ വനവാസത്തിന് പോകുന്നതിന് മുമ്പായി തൻ്റെ ഭാര്യയായ സീതയുടെ അടുത്തുപോയി. കാട്ടിലേക്ക് വരണ്ടെന്നും അവിടെ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ പറ്റി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സീത പറയുന്ന മറുപടിയാണിത്. ഭർത്താവിൻ്റെ പാദ ശുശ്രൂഷ ചെയ്യേണ്ടത് പതിവ്രതയായ ധർമ്മപത്നിയുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന സീത അതിനുള്ള കാരണങ്ങൾ നിരത്തി വാദഗതികൾ സമർത്ഥിക്കുന്നു. പല കവിശ്രേഷ്ഠന്മാരും രാമായണങ്ങൾ രചിച്ചത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവയിലേതിലെങ്കിലും സീതയെ കൂടാതെ രാമചന്ദ്രൻ വനത്തിൽ പോയതായി വർണ്ണിച്ചിട്ടുണ്ടോ? പ്രകൃതിയിൽ നിന്ന് ഭിന്നനായി പുരുഷനുണ്ടോ? ആലോചിച്ചു നോക്കിയാൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? വിവാഹവേളയിൽ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ചിന്തിക്കണം. അത് നോക്കിയാൽ മരണവേളയിൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയുമോ? ശ്രീകുമാർ സർ, ഇതിന് ഇതിനൊരു താളം കൊടുത്തതിന് അല്ലേ? രാമായണം സ്വതവേ നമ്മൾ ശ്ലോകം പോലെയാണ് പാടുന്നത്. പക്ഷേ ഇതിന് നന്നായി താളം കൊടുത്ത് പാടി. നന്നായി താളം കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പിരിക്കുമ്പോഴുള്ള ചെറിയ മൈനർ പ്രശ്നങ്ങൾ വന്നുള്ളൂ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു, രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. അങ്ങനെ ചൊല്ലാം. നന്നായി. ഗോപാലകൃഷ്ണൻ സർ, രാമായണത്തിൽ ത്രേതായുഗത്തിൽ നിന്ന് ഇത്രയും കാലം ഈ ഗ്രന്ഥത്തെ നിലനിർത്തിയത് ഇതുമാതിരിയുള്ള സന്ദേശങ്ങളാണ്. നന്നായിട്ടുണ്ട് മോളെ. കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഗുഡ്, വെരി ഗുഡ്. കുറച്ചുകൂടെ സാറ് പറഞ്ഞതുപോലെ ചെറിയ പാരായണ രീതികളും അത് ഭംഗിവൽക്കരിച്ച് ആർട്ടിക്കുലേറ്റ് ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷെ അർത്ഥമൊക്കെ ഉൾക്കൊണ്ട് പറഞ്ഞു. നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മാർക്കിലേക്ക് പോവാം. ശ്രീകുമാർ സർ. 7 out of 10. ഗോപാലകൃഷ്ണൻ സർ. 7 out of 10. 7 out of 10. 7 out. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് രാമായണ നൃത്തശില്പം. അയോധ്യയിലെ ജനങ്ങൾ കാത്തിരുന്ന ഒരു ശുഭകാര്യം, രാമന്റെ അഭിഷേകം പ്രഖ്യാപിക്കപ്പെടുന്നു. എന്നാൽ ആ സന്തോഷത്തിന് ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈകേയിയുടെയും മന്ഥരയുടെയും ഗൂഢാലോചനകൾ എല്ലാം തകർത്തു. അത് ദശരഥനെ പൂർണ്ണമായും നിസ്തേജനാക്കി.
രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞ് പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈയാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചുരഘോത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവങ്ങളാൽ ആശ്വസിപ്പിച്ചാന്നയ കോവിദൻ തദാ. എന്താ പറയാ, നന്നായിട്ടുണ്ട്. അമൃത വിദ്യാലയം ചാവക്കാട് അല്ലേ, വളരെ നന്നായിട്ടുണ്ട്. കളർ കോമ്പിനേഷനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പേര് പറഞ്ഞോളൂ. പേര് സ്നേഹ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്നേഹ? 10th നന്ദന 10th. നിങ്ങളൊക്കെ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ തന്നെയാണോ പഠിപ്പിക്കണേ? ഓക്കെ. ശ്രേയ 9th. അനഘ 9th. ലക്ഷ്മി 10th. ഓക്കെ. അപ്പം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ശ്രീകുമാർ സർ, പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കൈകേയിയും ദശരഥൻ ഒക്കെ ആ കഥാപാത്രങ്ങളായിട്ട് വന്ന്, പ്രത്യേകിച്ച് ആ ക്രോധാലയത്തിൽ കൈകേയി പ്രവേശിക്കുന്ന ഭാഗവും ഒക്കെ ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവായിരുന്നു, അതിഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂസിക്. ഗോപാലകൃഷ്ണൻ സർ, എൻ്റെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ അഭിനയത്തിൻ്റെ ഓരോ മുഖഭാവവും നിങ്ങളുടെ എല്ലാം വന്നു. അടിപൊളി എന്നൊരു 3 പ്രാവശ്യം പറയാം. നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഈശ്വർജി. അബ്സല്യൂട്ട്ലി നൈസ്. സി, ഇതിൻ്റെ ഒരു സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഡെപ്ത്, അതിൻ്റെ ഒരു ഡാൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാവീണ്യം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഒരു ലേമാൻ എന്ന രീതിയിൽ അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി, കളർ കോമ്പിനേഷൻ, എക്സ്പ്രഷൻസ് എക്സ്ട്രീംലി നൈസ്, വെരി നൈസ്. താങ്ക് യു സർ. അപ്പം നമുക്ക് മാർക്കിലേക്ക് പോവാം. ശ്രീകുമാർ സർ 19 out of 20. ഗോപാലകൃഷ്ണൻ സർ 19. ഈശ്വർജി 19 മതി, കൂടുതലായ അഹങ്കാരമാവും. അതുകൊണ്ട് 19 മതി. ഓൾ ദ ബെസ്റ്റ്.
ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരേക്കും വിട. ആർക്ക് പറയണ ഉത്തരാണെങ്കിൽ പിന്നെ പറയണോ അല്ലേ? നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാണ്. നേരത്തെ ഇതുപോലെ ഒരു ഉറപ്പ് പറഞ്ഞതാ. പിതാവിന്റെ വാക്കിനെ ലംഘിക്കുന്നവൻ ജീവൻ മൃതനാണ്. ജന്മമുണ്ടകിൽ മരണവും നിശ്ചയം. ജനിച്ചാൽ മരണമുണ്ട്. അത് സയന്റിഫിക്കലി പ്രൂവണ. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു. Costume courtesy for Nitya Das, Ethnic Weaves. Accessories for Nitya Das, Alfonsa.